ഹായ് ഫ്രണ്ട്സ്, ഗോൾഡൻ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ തൊഴിൽ വാർത്തയിൽ വന്നിട്ടുള്ള LGS മെയിൻ എക്സാം പരീക്ഷാ പരിശീലനമാണ്. മെയിൻ എക്സാം അടുത്തിരിക്കുന്ന സമയത്ത് പരീക്ഷാ പരിശീലന ക്ലാസ്സുകൾ കാണുന്നത് വളരെ പ്രയോജനപ്പെടും. എല്ലാവരും എത്ര മാർക്ക് സ്കോർ ചെയ്യുന്നുണ്ടെന്ന് നോക്കുക. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയമായ ബിർസ മുണ്ട ഇൻ്റർനാഷണൽ ഹോക്കി സ്റ്റേഡിയം എവിടെയാണ്? റൂർക്കേല. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയമായ ബിർസ മുണ്ട ഇൻ്റർനാഷണൽ ഹോക്കി സ്റ്റേഡിയം എവിടെയാണ്? റൂർക്കേല. രാജ്യവ്യാപകമായി പൊതുഗതാഗതം സൗജന്യമാക്കിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യമേത്? ലക്സംബർഗ്. രാജ്യവ്യാപകമായി പൊതുഗതാഗതം സൗജന്യമാക്കിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യമേത്? ലക്സംബർഗ്. കേരളത്തിലെ വൈദ്യുതി വകുപ്പ് മന്ത്രി ആര്? കെ കൃഷ്ണൻകുട്ടി. കേരളത്തിലെ വൈദ്യുതി വകുപ്പ് മന്ത്രി ആര്? കെ കൃഷ്ണൻകുട്ടി. 2021 ജൂണിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവി ഒഴിഞ്ഞതാര്? MC ജോസഫൈൻ. 2021 ജൂണിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവി ഒഴിഞ്ഞതാര്? MC ജോസഫൈൻ. 2020 വയലാർ അവാർഡ് നേടിയ കൃതി ഏത്? ഒരു വെർജീനിയൻ വെയിൽക്കാലം. 2020 വയലാർ അവാർഡ് നേടിയ കൃതി ഏത്? ഒരു വെർജീനിയൻ വെയിൽക്കാലം. 2020-21 കേരള ബജറ്റിൻ്റെ കവർ പേജിലെ ചിത്രമേത്? വെടിയേറ്റ് വീണ ഗാന്ധി. 2020-21 കേരള ബജറ്റിൻ്റെ കവർ പേജിലെ ചിത്രമേത്? വെടിയേറ്റ് വീണ ഗാന്ധി. എല്ലാ പൊതുവിദ്യാലയങ്ങളിലും ഹൈടെക് ക്ലാസ് റൂം സംവിധാനം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനമേത്? കേരളം. എല്ലാ പൊതുവിദ്യാലയങ്ങളിലും ഹൈടെക് ക്ലാസ് റൂം സംവിധാനം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനമേത്? കേരളം. കേരളത്തിലെ ആദ്യത്തെ ജീവാണു ജൈവവള ഗുണനിയന്ത്രണശാല നിലവിൽ വന്നതെവിടെ? പട്ടാമ്പി. കേരളത്തിലെ ആദ്യത്തെ ജീവാണു ജൈവവള ഗുണനിയന്ത്രണശാല നിലവിൽ വന്നതെവിടെ? പട്ടാമ്പി. കേരളത്തിലെ ആദ്യത്തെ ഹരിതഗ്രാമമേത്? തുരുത്തിക്കര. കേരളത്തിലെ ആദ്യത്തെ ഹരിതഗ്രാമമേത്? തുരുത്തിക്കര. ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം? ലഡാക്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം? ലഡാക്ക്. ദക്ഷിണാഫ്രിക്കയിലെ ദീർഘവാസത്തിനു ശേഷം ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയ വർഷമേത്? 1915. ദക്ഷിണാഫ്രിക്കയിലെ ദീർഘവാസത്തിനു ശേഷം ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയ വർഷമേത്? 1915. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെട്ടതാര്? അരുണ ആസഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെട്ടതാര്? അരുണ ആസഫ് അലി. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചതാര്? രവീന്ദ്രനാഥ ടാഗോർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചതാര്? രവീന്ദ്രനാഥ ടാഗോർ. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം ചെയ്തതാര്? ഗാന്ധിജി. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം ചെയ്തതാര്? ഗാന്ധിജി. സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയ വർഷമേത്?
1928. സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയ വർഷമേത്? 1928. സ്വതന്ത്രാനന്തര ഇന്ത്യ നേരിട്ട ഏറ്റവും പ്രധാന വെല്ലുവിളിയേത്? വിഭജനവും അഭയാർത്ഥി പ്രവാഹവും. സ്വതന്ത്രാനന്തര ഇന്ത്യ നേരിട്ട ഏറ്റവും പ്രധാന വെല്ലുവിളിയേത്? വിഭജനവും അഭയാർത്ഥി പ്രവാഹവും. പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ചേർത്ത വർഷമേത്? 1961. പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ചേർത്ത വർഷമേത്? 1961. ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് പൂർത്തിയായ വർഷമേത്? 1952. ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് പൂർത്തിയായ വർഷമേത്? 1952. ഏത് കമ്മീഷനാണ് ഫസൽ അലി നേതൃത്വം നൽകിയത്? സംസ്ഥാന ഭാഷാ പുനഃസംഘടന. ഏത് കമ്മീഷനാണ് ഫസൽ അലി നേതൃത്വം നൽകിയത്? സംസ്ഥാന ഭാഷാ പുനഃസംഘടന. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പിയാര്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പിയാര്? ജവഹർലാൽ നെഹ്റു. ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് എന്ത്? മൗലികാവകാശങ്ങൾ. ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് എന്ത്? മൗലികാവകാശങ്ങൾ. താഴെ പറയുന്നവയിൽ മൗലികാവകാശം അല്ലാത്തതേത്? സ്വത്തവകാശം. താഴെ പറയുന്നവയിൽ മൗലികാവകാശം അല്ലാത്തതേത്? സ്വത്തവകാശം. ഭരണഘടനയുടെ അനുച്ഛേദം 51A പ്രതിപാദ്യമെന്ത്? മൗലിക കർത്തവ്യങ്ങൾ. ഭരണഘടനയുടെ അനുച്ഛേദം 51A പ്രതിപാദ്യമെന്ത്? മൗലിക കർത്തവ്യങ്ങൾ. വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിലായ വർഷമേത്? 2010 ഏപ്രിൽ. വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിലായ വർഷമേത്? 2010 ഏപ്രിൽ. ഇന്ത്യൻ ഭരണഘടനയിൽ ഭേദഗതി വരുത്താനാകാത്ത ഭാഗമേത്? ഏതു ഭാഗവും ഭേദഗതി ചെയ്യാം. ഇന്ത്യൻ ഭരണഘടനയിൽ ഭേദഗതി വരുത്താനാകാത്ത ഭാഗമേത്? ഏതു ഭാഗവും ഭേദഗതി ചെയ്യാം. ഇന്ത്യയുമായി കരയതിർത്തിയുള്ള ഏറ്റവും ചെറിയ രാജ്യമേത്? ഭൂട്ടാൻ. ഇന്ത്യയുമായി കരയതിർത്തിയുള്ള ഏറ്റവും ചെറിയ രാജ്യമേത്? ഭൂട്ടാൻ. ബംഗ്ലാദേശിലേക്ക് ഒഴുകുന്ന ഗംഗയുടെ പ്രധാന കൈവഴി ഏതു പേരിൽ അറിയപ്പെടുന്നു? പദ്മ. ബംഗ്ലാദേശിലേക്ക് ഒഴുകുന്ന ഗംഗയുടെ പ്രധാന കൈവഴി ഏതു പേരിൽ അറിയപ്പെടുന്നു? പദ്മ. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത്? ദാമോദർ. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത്? ദാമോദർ. താഴെ പറയുന്നവയിൽ ത്രികോണാകൃതിയിലുള്ള കടലേത്? ബംഗാൾ ഉൾക്കടൽ. താഴെ പറയുന്നവയിൽ ത്രികോണാകൃതിയിലുള്ള കടലേത്? ബംഗാൾ ഉൾക്കടൽ. ഇന്ത്യയുടെ പ്രാദേശിക സമയം നിർണയിച്ചിട്ടുള്ളത് ഏത് രേഖാംശ രേഖയെ അടിസ്ഥാനപ്പെടുത്തിയാണ്? 82.5 ഡിഗ്രി കിഴക്ക്. ഇന്ത്യയുടെ പ്രാദേശിക സമയം നിർണയിച്ചിട്ടുള്ളത് ഏത് രേഖാംശ രേഖയെ അടിസ്ഥാനപ്പെടുത്തിയാണ്? 82.5 ഡിഗ്രി കിഴക്ക്. താഴെ പറയുന്നവയിൽ കിഴക്കോട്ടൊഴുകാത്ത കേരളത്തിലെ നദി ഏത്?
ചാലിയാർ. താഴെ പറയുന്നവയിൽ കിഴക്കോട്ടൊഴുകാത്ത കേരളത്തിലെ നദി ഏത്? ചാലിയാർ. പെരിയാർ ഒഴുകുന്ന ജില്ലകളേവ? ഇടുക്കി, എറണാകുളം. പെരിയാർ ഒഴുകുന്ന ജില്ലകളേവ? ഇടുക്കി, എറണാകുളം. കേരള കലാമണ്ഡലം ഏത് നദിയുടെ തീരത്താണ്? ഭാരതപ്പുഴ. കേരള കലാമണ്ഡലം ഏത് നദിയുടെ തീരത്താണ്? ഭാരതപ്പുഴ. തുഷാരഗിരി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? കോഴിക്കോട്. തുഷാരഗിരി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? കോഴിക്കോട്. താഴെ പറയുന്നവയിൽ അഷ്ടമുടി കായലിൻ്റെ ഭാഗമല്ലാത്തത് ഏത്? കഠിനംകുളം കായൽ. താഴെ പറയുന്നവയിൽ അഷ്ടമുടി കായലിൻ്റെ ഭാഗമല്ലാത്തത് ഏത്? കഠിനംകുളം കായൽ. താഴെ പറയുന്നവയിൽ ദ്വീപല്ലാത്ത പ്രദേശം ഏത്? കുട്ടനാട്. താഴെ പറയുന്നവയിൽ ദ്വീപല്ലാത്ത പ്രദേശം ഏത്? കുട്ടനാട്. പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേ അറ്റത്തെ കൊടുമുടി ഏത്? അഗസ്ത്യകുടം. പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേ അറ്റത്തെ കൊടുമുടി ഏത്? അഗസ്ത്യകുടം. ജടായുപ്പാറ വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? കൊല്ലം. ജടായുപ്പാറ വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? കൊല്ലം. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രം ഏത്? തട്ടേക്കാട്. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രം ഏത്? തട്ടേക്കാട്. ഇടുക്കി അണക്കെട്ടിൻ്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യമേത്? കാനഡ. ഇടുക്കി അണക്കെട്ടിൻ്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യമേത്? കാനഡ. അച്ചിപ്പുടവ സമരം നയിച്ചതാര്? ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ. അച്ചിപ്പുടവ സമരം നയിച്ചതാര്? ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ. പണ്ടാരപ്പാട്ടം വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂറിലെ രാജാവാര്? ആയില്യം തിരുനാൾ. പണ്ടാരപ്പാട്ടം വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂറിലെ രാജാവാര്? ആയില്യം തിരുനാൾ. കുറിച്യ ലഹള നടന്ന വർഷം ഏത്? 1812. കുറിച്യ ലഹള നടന്ന വർഷം ഏത്? 1812. പഴശ്ശി സമരം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാര്? തോമസ് ഹാർവി ബാബർ. പഴശ്ശി സമരം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാര്? തോമസ് ഹാർവി ബാബർ. ആരുടെ രചനയാണ് കണ്ണീരും കിനാവും? വി.ടി. ഭട്ടതിരിപ്പാട്. ആരുടെ രചനയാണ് കണ്ണീരും കിനാവും? വി.ടി. ഭട്ടതിരിപ്പാട്. താഴെ പറയുന്നവയിൽ ക്രിക്കറ്റുമായി ബന്ധമില്ലാത്ത പദമേത്? പെനാൽറ്റി കിക്ക്. താഴെ പറയുന്നവയിൽ ക്രിക്കറ്റുമായി ബന്ധമില്ലാത്ത പദമേത്? പെനാൽറ്റി കിക്ക്. ഡക്ക്വർത്ത് ലൂയിസ് നിയമങ്ങൾ ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ്? ക്രിക്കറ്റ്. ഡക്ക്വർത്ത് ലൂയിസ് നിയമങ്ങൾ ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ്? ക്രിക്കറ്റ്. ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാര്? ശൂരനാട് കുഞ്ഞൻപിള്ള. ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാര്? ശൂരനാട് കുഞ്ഞൻപിള്ള. നബാർഡിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ?
മുംബൈ. നബാർഡിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നതെവിടെ? മുംബൈ. താഴെ പറയുന്നവയിൽ ക്ലാസിക് നൃത്തരൂപം അല്ലാത്തതേത്? കേരള നടനം. താഴെ പറയുന്നവയിൽ ക്ലാസിക് നൃത്തരൂപം അല്ലാത്തതേത്? കേരള നടനം. ആഗോളതാപനത്തിന് കാരണമാകുന്ന പ്രധാന വാതകമേത്? കാർബൺ ഡൈ ഓക്സൈഡ്. ആഗോളതാപനത്തിന് കാരണമാകുന്ന പ്രധാന വാതകമേത്? കാർബൺ ഡൈ ഓക്സൈഡ്. ഗ്രാമീണ സ്ഥലങ്ങൾ, വഴിയോരങ്ങൾ എന്നിവിടങ്ങളിൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കാനായി വൃക്ഷത്തൈകളും മറ്റ് സാമഗ്രികളും നൽകി പ്രോത്സാഹിപ്പിക്കുന്ന സംരംഭം ഏത്? കമ്മ്യൂണിറ്റി വനവൽക്കരണം. ഗ്രാമീണ സ്ഥലങ്ങൾ, വഴിയോരങ്ങൾ എന്നിവിടങ്ങളിൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കാനായി വൃക്ഷത്തൈകളും മറ്റ് സാമഗ്രികളും നൽകി പ്രോത്സാഹിപ്പിക്കുന്ന സംരംഭം ഏത്? കമ്മ്യൂണിറ്റി വനവൽക്കരണം. അന്നജം, പഞ്ചസാര എന്നിവ എന്തിൻ്റെ വിവിധ രൂപങ്ങളാണ്? ധാന്യകം. അന്നജം, പഞ്ചസാര എന്നിവ എന്തിൻ്റെ വിവിധ രൂപങ്ങളാണ്? ധാന്യകം. ത്വക്ക്, മോണ എന്നിവയുടെ ആരോഗ്യത്തിൽ വലിയ പങ്കുള്ള വൈറ്റമിൻ ഏത്? വൈറ്റമിൻ സി. ത്വക്ക്, മോണ എന്നിവയുടെ ആരോഗ്യത്തിൽ വലിയ പങ്കുള്ള വൈറ്റമിൻ ഏത്? വൈറ്റമിൻ സി. ശരീരത്തിനു വേണ്ട എല്ലാ പോഷക ഘടകങ്ങളും ആവശ്യമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണമേത്? സമീകൃതാഹാരം. ശരീരത്തിനു വേണ്ട എല്ലാ പോഷക ഘടകങ്ങളും ആവശ്യമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണമേത്? സമീകൃതാഹാരം. പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഊർജമേത്? രാസോർജം. പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഊർജമേത്? രാസോർജം. ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമേത്? ഭ്രമണം. ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമേത്? ഭ്രമണം. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രമേത്? സൂര്യൻ. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രമേത്? സൂര്യൻ. വാതകാവസ്ഥയിലെ ലായനിക്ക് ഉദാഹരണമേത്? വായു. വാതകാവസ്ഥയിലെ ലായനിക്ക് ഉദാഹരണമേത്? വായു. പ്രകാശത്തിന് ഏറ്റവും വേഗമുള്ളത് എവിടെയാണ്? ശൂന്യതയിൽ. പ്രകാശത്തിന് ഏറ്റവും വേഗമുള്ളത് എവിടെയാണ്? ശൂന്യതയിൽ. കോവിഡ്-19 ആദ്യമായി സ്ഥിരീകരിച്ച രാജ്യമേത്? ചൈന. കോവിഡ്-19 ആദ്യമായി സ്ഥിരീകരിച്ച രാജ്യമേത്? ചൈന. ചുവന്ന റിബൺ ഏത് രോഗത്തിനെതിരായ ബോധവൽക്കരണ ചിഹ്നമാണ്? എയ്ഡ്സ്. ചുവന്ന റിബൺ ഏത് രോഗത്തിനെതിരായ ബോധവൽക്കരണ ചിഹ്നമാണ്? എയ്ഡ്സ്. താഴെ പറയുന്നവയിൽ ശ്വാസകോശത്തെ ബാധിക്കാത്ത രോഗമേത്? എലിപ്പനി. താഴെ പറയുന്നവയിൽ ശ്വാസകോശത്തെ ബാധിക്കാത്ത രോഗമേത്? എലിപ്പനി. ലോക ക്യാൻസർ ദിനമായി ആചരിക്കുന്ന ദിവസമേത്? ഫെബ്രുവരി 4. ലോക ക്യാൻസർ ദിനമായി ആചരിക്കുന്ന ദിവസമേത്? ഫെബ്രുവരി 4. എന്ത് പരിശോധിക്കാനാണ് സ്നെല്ലൻ ചാർട്ട് ഉപയോഗിക്കുന്നത്? കാഴ്ചശക്തി. എന്ത് പരിശോധിക്കാനാണ് സ്നെല്ലൻ ചാർട്ട് ഉപയോഗിക്കുന്നത്? കാഴ്ചശക്തി. വെള്ളം, ആഹാരം എന്നിവയിലൂടെ പകരുന്ന രോഗമല്ലാത്തത് ഏത്?
ചിക്കൻ ബോക്സ്. വെള്ളം, ആഹാരം എന്നിവയിലൂടെ പകരുന്ന രോഗമല്ലാത്തതേത്? ചിക്കൻ ബോക്സ്. പാരമ്പര്യമായി കൈമാറ്റം ചെയ്യപ്പെടുന്ന ജീവിതശൈലി രോഗത്തിന് ഉദാഹരണമേത്? പ്രമേഹം. പാരമ്പര്യമായി കൈമാറ്റം ചെയ്യപ്പെടുന്ന ജീവിതശൈലി രോഗത്തിന് ഉദാഹരണമേത്? പ്രമേഹം. താഴെ പറയുന്നവയിൽ പ്രമേഹത്തിന് കാരണമല്ലാത്തതേത്? മാംസാഹാരം. താഴെ പറയുന്നവയിൽ പ്രമേഹത്തിന് കാരണമല്ലാത്തതേത്? മാംസാഹാരം. കേരള സർക്കാരിൻ്റെ സൗജന്യ ക്യാൻസർ പരിചരണ പദ്ധതി ഏത്? സുഹൃതം. കേരള സർക്കാരിൻ്റെ സൗജന്യ ക്യാൻസർ പരിചരണ പദ്ധതി ഏത്? സുഹൃതം. കേരള സർക്കാരിൻ്റെ ഉഷസ് പദ്ധതി ലക്ഷ്യമിടുന്നത്? HIV ബാധിതർ. കേരള സർക്കാരിൻ്റെ ഉഷസ് പദ്ധതി ലക്ഷ്യമിടുന്നത്? HIV ബാധിതർ. മികച്ച നടിക്കുള്ള 2019 ദേശീയ അവാർഡ് നേടിയതാര്? കങ്കണ റണ്ണൌട്ട്. മികച്ച നടിക്കുള്ള 2019 ദേശീയ അവാർഡ് നേടിയതാര്? കങ്കണ റണ്ണൌട്ട്. 2020 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയതാര്? ലൂയിസ് ഗ്ലിക്ക്. 2020 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയതാര്? ലൂയിസ് ഗ്ലിക്ക്. ഇന്ത്യൻ വംശജനായ അഭിജിത്ത് ബാനർജിക്ക് 2019 നൊബേൽ സമ്മാനം ലഭിച്ച വിഷയമേത്? സാമ്പത്തിക ശാസ്ത്രം. ഇന്ത്യൻ വംശജനായ അഭിജിത്ത് ബാനർജിക്ക് 2019 നൊബേൽ സമ്മാനം ലഭിച്ച വിഷയമേത്? സാമ്പത്തിക ശാസ്ത്രം. 2020 ഖേൽ രത്ന പുരസ്കാരം നേടിയ ക്രിക്കറ്റ് താരമാര്? രോഹിത് ശർമ്മ. 2020 ഖേൽ രത്ന പുരസ്കാരം നേടിയ ക്രിക്കറ്റ് താരമാര്? രോഹിത് ശർമ്മ. 2020 ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടതേത്? ഇൻഡോർ. 2020 ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടതേത്? ഇൻഡോർ. തീരദേശ പരിപാലന നിയമം ലംഘിച്ചതിനെ തുടർന്ന് ഫ്ളാറ്റുകൾ പൊളിച്ചത് എവിടെയാണ്? മരട്. തീരദേശ പരിപാലന നിയമം ലംഘിച്ചതിനെ തുടർന്ന് ഫ്ളാറ്റുകൾ പൊളിച്ചത് എവിടെയാണ്? മരട്. കോവിഡ് വാക്സിൻ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്ര സർക്കാർ പോർട്ടൽ ഏത്? കോവിൻ. കോവിഡ് വാക്സിൻ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്ര സർക്കാർ പോർട്ടൽ ഏത്? കോവിൻ. COVID-19 പ്രതിസന്ധിയെ തുടർന്ന് മടങ്ങിയെത്തിയ പ്രവാസികളെ സഹായിക്കാനുള്ള വായ്പാ പദ്ധതി ഏത്? ജീവനം. COVID-19 പ്രതിസന്ധിയെ തുടർന്ന് മടങ്ങിയെത്തിയ പ്രവാസികളെ സഹായിക്കാനുള്ള വായ്പാ പദ്ധതി ഏത്? ജീവനം. അയ്യപ്പനും കോശിയും എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തതാര്? KR സച്ചിദാനന്ദൻ. അയ്യപ്പനും കോശിയും എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തതാര്? KR സച്ചിദാനന്ദൻ. ഇന്ത്യയിലെ ആദ്യത്തെ അവയവദാന സ്മാരകമായ അംഗദ് ദാദ സ്മാരക് സ്ഥാപിച്ചതെവിടെ? ജയ്പൂർ. ഇന്ത്യയിലെ ആദ്യത്തെ അവയവദാന സ്മാരകമായ അംഗദ് ദാദ സ്മാരക് സ്ഥാപിച്ചതെവിടെ? ജയ്പൂർ. ഹായ് ഫ്രണ്ട്സ്, ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.